എടാ ആ പല്ല് അങ്ങനെ ഇരുന്ന ഒരു കുഴപ്പമില്ല, നിനക്ക് വെറുതെ തോന്നണതാ. നിന്റെ ഫേസ് നന്നായിട്ട് ചേരും. നിനക്കെന്ത് ഇതും കൊണ്ടൊരു കോൺഫിഡൻസ് ഇഷ്യൂ? ഒരു പ്രശ്നമില്ല. ഇങ്ങനെ കേട്ടിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഡോക്ടർമാർക്ക് അത് കാണുമ്പോൾ വലിയ പ്രശ്നം തോന്നുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് അത് ശരിക്കും വലിയൊരു പ്രശ്നമാണ്. ഇത് ഓൾ അബൌട്ട് സ്മൈൽ ഡിസൈൻ പാർട്ട് 7. സ്മൈൽ ഡിസൈനിലേക്ക് പോകുന്ന സമയത്ത് പലപ്പോഴും ഡോക്ടർമാർ മിസ് ചെയ്യുന്ന വലിയ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് പേഷ്യന്റ് ഗോൾസ്. പേഷ്യൻസിന്റെ ആഗ്രഹത്തിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നുള്ളൊരു കംപ്ലൈന്റ് ചിലപ്പോഴെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ഒരു സാറ്റിസ്ഫാക്ടറി അല്ലാതെ ഒരു സ്മൈൽ ഡിസൈൻ ചെയ്തിട്ട് വരുമ്പോഴായിരിക്കും മിക്കവാറും അത് കേൾക്കുന്നത്, ആ ഡോക്ടർ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അത് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു എന്നുള്ള രീതിയിൽ. പേഷ്യന്റ് ആണ് നമ്മൾ സ്മൈൽ ഡിസൈൻ ചെയ്തതിന് ശേഷവും ഈ പല്ല് വെച്ച് ഉപയോഗിച്ചുകൊണ്ട് നടക്കാൻ പോകുന്ന ആൾക്കാർ. അതുപോലെ തന്നെ അവർക്ക് എങ്ങനെ അവരുടെ പല്ല് വേണം എന്നുള്ളൊരു ആഗ്രഹം കൂടെ ഉണ്ടാവാറുണ്ട്. അത് ആ പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റുമാണ്. അപ്പോൾ ഒരു പേഷ്യന്റിന്റെ ഗോൾ എന്താണ്? അതായത് നമുക്ക് ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പല്ലിന്റെ ഷേപ്പ്, സൈസ്, കളർ, പൊസിഷൻ ഇതെല്ലാം ഇങ്ങനെ ഒരു പർട്ടിക്കുലർ രീതിയിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊരു പേഷ്യന്റ് പറയുന്നത് റെക്കോർഡ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് കിട്ടിയാൽ മാത്രമാണ് അതിനോട് അടുത്തുള്ള എന്ത് റിയലിസ്റ്റിക് ആയിട്ടുള്ള അച്ചീവ്മെന്റ് ആണ് നമുക്ക് കിട്ടുന്നതെന്നുള്ളത് നമുക്ക് അസസ് ചെയ്യാൻ പറ്റുള്ളൂ, അതല്ലെങ്കിൽ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഡെന്റിസ്റ്റും പേഷ്യൻസും വിൽ ബി ഓൺ ദ സെയിം പേജ് വെൻ ദേ ഡു സ്മൈൽ ഡിസൈൻ.